ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷനെ കുറിച്ചാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരാൻ വേണ്ടിയുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ വിശദമായ വിവരണമാണ് ഇപ്പോൾ പറയുന്നത്. ദക്ഷിണ റെയിൽവേ സോണിലെ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലെ NSG 3 വിഭാഗത്തിലുള്ള ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനാണ്. ഇത് ഇന്ത്യയിലെ കേരളത്തിലെ കൊല്ലം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. വിസ്തൃതിയുടെ കാര്യത്തിൽ കേരളത്തിലെ രണ്ടാമത്തെ വലിയ റെയിൽവേ സ്റ്റേഷനും ട്രാക്കുകളുടെ എണ്ണത്തിൽ ഏറ്റവും വലുതും സംസ്ഥാനത്തെ ഏറ്റവും പഴയ റെയിൽവേ സ്റ്റേഷനുകളിലൊന്നുമാണ് ഇത്. പ്രതിദിനം കൈകാര്യം ചെയ്യുന്ന ട്രെയിനുകളുടെ കാര്യത്തിൽ കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ റെയിൽവേ പ്ലാറ്റ്ഫോമും കൊല്ലം റെയിൽവേ സ്റ്റേഷനാണ്. കൊല്ലം തിരുവനന്തപുരം ട്രങ്ക് ലൈനിലാണ് കൊല്ലം ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ ദക്ഷിണ റെയിൽവേ സോണാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ്റെ കീഴിലാണ് ഇത് വരുന്നത്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ വാർഷിക പാസഞ്ചർ ടിക്കറ്റ് വരുമാനം 64.23 കോടിയാണ്. 2023 90 കോടിയാണ് വരുമാനം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ $11 മില്യൺ. ഈ റെയിൽവേ സ്റ്റേഷനിലൂടെ പ്രതിദിനം യാത്രക്കാരുടെ എണ്ണം 23,048 ടിക്കറ്റ് കൗണ്ടർ സൗകര്യമുള്ള 2 ടെർമിനലുകളുള്ള കേരളത്തിലെ ചുരുക്കം റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ദക്ഷിണേന്ത്യൻ നഗരങ്ങളായ ചെന്നൈ, വിശാഖപട്ടണം, തിരുപ്പതി എന്നിവിടങ്ങളിലേക്ക് 4 എക്സ്പ്രസ് ട്രെയിനുകളും പുറപ്പെടുന്നുണ്ട്. വിശാഖപട്ടണം കൊല്ലം എക്സ്പ്രസ്, അനന്തപുരി എക്സ്പ്രസ്, ചെന്നൈ എഗ്മോർ കൊല്ലം ജംഗ്ഷൻ എക്സ്പ്രസ് എന്നിവ പ്രതിദിനം കൊല്ലത്ത് നിന്ന് പുറപ്പെടുന്നുണ്ട്. അതുകൂടാതെ കൊല്ലം തിരുപ്പതി എക്സ്പ്രസും പുറപ്പെടുന്നുണ്ട്. പുതിയ ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ 5ാമത്തെ നഗരമായിരുന്നു കൊല്ലം. തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ വ്യാപാര തലസ്ഥാനമായിരുന്ന ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്ക് ഒരു റെയിൽ ലിങ്ക് എന്ന ആശയം ആദ്യമായി വിഭാവനം ചെയ്തത് 1873-ലാണ്. 1899 മദ്രാസ് പ്രസിഡൻസി ഈ പാതയ്ക്ക് അനുമതി നൽകുകയും 1900 സർവേ പൂർത്തിയാക്കുകയും ചെയ്തു. സൗത്ത് സംയുക്തമായാണ് റെയിൽവേ ലൈൻ നിർമ്മിച്ചത്. ഇന്ത്യൻ റെയിൽവേ തിരുവിതാംകൂർ സംസ്ഥാനം മദ്രാസ് പ്രസിഡൻസി 1904 തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ രാമവർമ്മയാണ് കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചത്. തൻ്റെ സംസ്ഥാനത്തിൻ്റെ അന്നത്തെ വാണിജ്യ തലസ്ഥാനമായ കൊയിലോണിനും മദ്രാസിനും ഇടയിൽ ഒരു റെയിൽവേ പാത ഉണ്ടാക്കുക എന്നത് ഭരണാധികാരിയുടെ ആഗ്രഹമായിരുന്നു. കൊയിലോൺ മുതൽ പുനലൂർ വരെയുള്ള മീറ്റർ ഗേജ് ലൈൻ 1904 ജൂലൈ 1 ഉദ്ഘാടനം ചെയ്തു. കൊയിലോൺ ചെങ്കോട്ട റെയിൽവേ ലൈനും 1904 നവംബർ 26 ഉദ്ഘാടനം ചെയ്തു. മീറ്റർ ഗേജ് ലൈൻ പിന്നീട് പറവൂർ, വർക്കല വഴി തിരുവനന്തപുരത്ത് ചാല വരെ നീട്ടുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ജനുവരി 4, 1918 കൊല്ലത്ത് നിന്ന് കോട്ടയം വഴി എറണാകുളത്തേക്കുള്ള മീറ്റർ ഗേജ് റെയിൽവേ ലൈൻ നീട്ടുന്നതിനായി 1952 അനുവദിച്ച ഫണ്ട് 1958 ജനുവരി 6 ഉദ്ഘാടനം ചെയ്തു. കൊല്ലത്തിനും എറണാകുളത്തിനും ഇടയിലുള്ള മീറ്റർ ഗേജ് ലൈനുകൾ മാറ്റി 1975 ബ്രോഡ് ഗേജ് 1976 സെപ്റ്റംബർ 13 ഉദ്ഘാടനം ചെയ്തു. പുനലൂർ മുതൽ കൊയിലോൺ ഭാഗങ്ങൾ തമ്മിലുള്ള ബ്രോഡ് ഗേജ് പരിവർത്തനം 2010 മെയ് 12 ഉദ്ഘാടനം ചെയ്തു. ഒരു കാലത്ത് കൊല്ലം ജംഗ്ഷനെയും ആശ്രമ മൈതാനത്തെയും ബന്ധിപ്പിക്കുന്ന 2.4 കിലോമീറ്റർ 1.5 മൈൽ മീറ്റർ ഗേജ് ലൈൻ ഉണ്ടായിരുന്നു. 1904 കൊല്ലം പുനലൂർ മീറ്റർ ഗേജ് പാതയുടെ ഉദ്ഘാടന വേളയിൽ കൊല്ലം ചെങ്കോട്ട പാതയ്ക്കായി ഉപയോഗിക്കേണ്ട ലോക്കോമോട്ടീവുകളുടെ ഭാഗങ്ങൾ തൂത്തുക്കുടി തുറമുഖത്ത് നിന്ന് കൊല്ലം തുറമുഖത്തേക്ക് കയറ്റി അയച്ചു. തുറന്ന മൈതാനമായ ആശ്രമ മൈതാനത്താണ് അവർ ഒത്തുകൂടിയത്.
കൂടിയത്. ഈ ലോക്കോമോട്ടീവുകൾ പ്രധാന സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ലൈൻ സ്ഥാപിച്ചു. 2000-ൽ നഗരവികസനത്തിനായി ഈ ലൈൻ പൊളിച്ചു മാറ്റുകയും 2015 വരെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ടർബഡേബിൾ ഉണ്ടായിരുന്നു. മെമു ഷെഡുമായി ബന്ധപ്പെട്ട വികസനത്തിന് വഴിയൊരുക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ അത് നീക്കം ചെയ്യുകയും ചെയ്തു. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ആകെ 17 ട്രാക്കുകളുണ്ട്. 2 ലൈനുകൾ മെമു ഷെഡിലൂടെ കടന്നു പോകുന്നു. ദീർഘദൂര പാസഞ്ചർ മെമു ഗുഡ്സ് ട്രെയിനുകൾ കൈകാര്യം ചെയ്യുന്നതിനായി സ്റ്റേഷനിൽ 6 പ്ലാറ്റ്ഫോമുകളുമുണ്ട്. പ്ലാറ്റ്ഫോം 1, 2 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. പ്ലാറ്റ്ഫോം 1-ൽ പുനലൂർ ചെങ്കോട്ട ലൈനിലേക്കുള്ള ട്രെയിനുകളും പ്ലാറ്റ്ഫോം 1 തിരുവനന്തപുരം സെൻട്രലിലേക്കുള്ള ട്രെയിനുകളും കൈകാര്യം ചെയ്യുന്നു. പ്ലാറ്റ്ഫോം 1A-യും ഒരുമിച്ച് 1180.5 മീറ്റർ നീളമുണ്ട്. അവയെ ഇന്ത്യയിലെ 3ാമത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ആക്കി മാറ്റുന്നു. സ്റ്റേഷനിൽ ഒരു മെമു ഷെഡ് ഉണ്ട്. അത് പ്ലാറ്റ്ഫോം 1A-ന് സമീപം സ്ഥിതി ചെയ്യുന്നു. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള പ്രവർത്തിപ്പിക്കുന്നതുമായ ഒരു FCI ഗോഡൌണും കൊല്ലം ജംഗ്ഷന് സമീപം സ്ഥിതി ചെയ്യുന്നു. പ്ലാറ്റ്ഫോം റെയിൽവേ ലൈൻ കൊല്ലത്ത് നിന്ന് ചെങ്കോട്ടയിലേക്ക് നീണ്ടു കിഴക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി. അതിൻ്റെ ഫലമായി റെയിൽവേ സ്റ്റേഷൻ്റെ വിന്യാസം അതനുസൃതമായി തുടർന്ന് വടക്ക് തെക്ക് ദിശയിൽ സഞ്ചരിക്കുന്ന എറണാകുളം തിരുവനന്തപുരം റൂട്ട് നിലവിൽ തിരുവനന്തപുരത്ത് നിന്ന് അടുത്ത് വരുമ്പോൾ ഈ റൂട്ടിൽ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാൻ കുത്തനെയുള്ള വളവ് ആവശ്യമാണ്. വളവ് ഏകദേശം 8 ഡിഗ്രി. അതിനാൽ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് കൊല്ലം സ്റ്റേഷനിലേക്ക് പ്രവേശിച്ച് അതേ ദിശയിലേക്ക് പുറപ്പെടുന്ന ട്രെയിനുകളുടെ പരമാവധി വേഗത മണിക്കൂറിൽ 30 കിലോമീറ്ററായി പരിമിതപ്പെടുത്തിയിരിക്കും. ഇപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ശ്രമത്തിലാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പണികൾ തുടങ്ങിക്കഴിഞ്ഞു. അതും ഏറ്റവും വേഗതയേറിയ രീതിക്കാണ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷനെ ഉയർത്താൻ വേണ്ടി പണി തുടങ്ങിയിരിക്കുന്നത്. എല്ലാവരും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അറിയിച്ചു കൊള്ളുന്നു.